ഹായ് ഗൈസ്, ഇതെൻ്റെ ഒരു കുഞ്ഞ് കോഴിക്കോടൻ വ്ളോഗാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് വൈറ്റിലേന്ന് ബസ്സിനാണ് കോഴിക്കോടേക്ക് പോകുന്നത്. രാവിലെ 5 മണിയായപ്പോൾ കോഴിക്കോട് എത്തി. അവിടുന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. അവിടുന്ന് ഒരു 10 മണിയായപ്പോൾ SM സ്ട്രീറ്റ് വന്നു. ഇവിടുന്ന് ഹലുവ മാത്രമേ മേടിക്കാൻ പറ്റിയുള്ളൂ. നല്ല വെയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോകുമായിരുന്നു. അപ്പോൾ എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് നല്ല അടിപൊളി മഴയായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ബീച്ച് ചെല്ലുമ്പോൾ തന്നെ കുറച്ച് ഐറ്റംസ് അവിടെ ട്രൈ ചെയ്യാമെന്ന് കൂട്ടുകാർ പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി കോഴിക്കോട്. അധികം ഫുഡൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊത്തിരി ഇഷ്ടമായി. കല്ലുമ്മക്കായയാണ് ഞാൻ ഇവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത്. അതിനുശേഷം ഐശ്വര്യത്തിൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ കൂട്ടുകാരെ ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ പെയ്ത് തോർന്നൊരു ഈവനിങ് ആയതുകൊണ്ട് സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ചു പൊളിച്ച് ചെറിയൊരു സ്നാക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ആദാമിൻ്റെ ചായക്കട അത്യാവശ്യം ഫേമസ് ആണല്ലോ, അവിടെ കയറി. അവിടുത്തെ ക്രീം ബൺ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അടുത്ത ദിവസം ഹർത്താലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കാത്തിരിക്കുകയാണ്. ദുരാന്തോ എക്സ്പ്രസ് ആണ് ഞങ്ങൾ പോകുന്ന ട്രെയിൻ. അപ്പോൾ പ്ലാറ്റ്ഫോം 1-ലാണ് ആക്ച്വലി ട്രെയിൻ വന്നത്. പക്ഷെ ഞങ്ങൾ 3-ലായിരുന്നു കാത്തിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ വീണ്ടും പെൻഡിങ് വെച്ച് കോഴിക്കോട് യാത്ര അവിടെ തീർന്നിരിക്കുന്നു. അങ്ങനെ തിരിച്ച് കൊച്ചിയിലേക്ക് പോവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി കോഴിക്കോട്, ആ നാട്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആൾക്കാർ എല്ലാം. ഇതാണ് എനിക്ക് ട്രെയിനിൽ കിട്ടിയ സ്നാക്കും ചായയും. എന്തായാലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണിത്. ഇനിയും കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബായ്.